ലോകത്തിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം പണിതത് വിശുദ്ധ യാക്കോബ് സ്ലീഹയാണ്. പരിശുദ്ധ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഒരു ദേവാലയം പണിയണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് യാക്കോബ് സ്ലീഹ ലോകത്തിലെ ആദ്യത്തെ ദേവാലയം നിർമ്മിച്ചത്. ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ഏഗ്രോ നദിയുടെ തീരത്ത് വിശ്രമിക്കുന്ന യാക്കോബ് സ്ലീഹായ്ക്ക് മുമ്പിൽ ആകാശത്ത് നിരവധി മാലാഖമാരുടെ മധ്യേ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഇത് അസാധാരണമായ സംഭവമായിരുന്നു. കാരണം ആ സമയത്ത് പരിശുദ്ധ അമ്മ ജെറുസലേമിൽ താമസിച്ചിരുന്നു. സ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ദൈവത്തെ ആരാധിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായി ഒരു ദേവാലയം പണിയാൻ സ്ലീഹയോട് ആവശ്യപ്പെട്ടു. ദേവാലയത്തിൽ സ്ഥാപിക്കാൻ തന്റെ ഒരു രൂപവും അദ്ദേഹത്തിന് നൽകി. ഈ ദേവാലയം ലോകാവസാനം വരെ നിലനിൽക്കുമെന്നും ഈ ദേവാലയത്തിൽ ഭക്തിപൂർവ്വം അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളെയും താൻ അനുഗ്രഹിക്കുമെന്നും പരിശുദ്ധ അമ്മ സ്ലീഹായോട് പറഞ്ഞു. ദർശനത്തിന്റെ അവസാനം ദേവാലയത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ അദ്ദേഹം പാലസ്തീനയിലേക്ക് മടങ്ങുമെന്നും അവിടെ വെച്ച് മരിക്കുമെന്നും പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ആഗ്രഹപ്രകാരം സ്ലീഹ ലോകത്തെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം പണിതു. യാക്കോബ് സ്ലീഹ പാലസ്തീനയിലേക്ക് മടങ്ങി. അവിടെ വെച്ച് മാർച്ച് 25-ന് ജെറുസലേമിലെ സഭയ്ക്കെതിരായുണ്ടായ പീഡനത്തിനിടെ ശിരശ്ഛേദനം ചെയ്യപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ചു. ക്രിസ്തു ശിഷ്യരിൽ ആദ്യ രക്തസാക്ഷിത്വം വരിച്ച വ്യക്തിയാണ് വിശുദ്ധ യാക്കോബ് സ്ലീഹ.